ഞാൻ എൽസനോട് പറയുമായിരുന്നു, നമ്മൾ ഈ നട്ടപ്രാന്തം വെയിലത്തെ ചേർത്തലേക്ക് പോകാറുള്ളൂ, ഒരു തരി വെയിൽ മിസ്സാക്കാതെ എപ്പോഴും പോകുന്നു. സത്യം പറഞ്ഞാൽ ഒരുങ്ങി വീട്ടിലെ പണിയൊക്കെ ഒതുക്കി വരുമ്പം ഞാനാണെങ്കിലും എൽസുവാണ് നട്ടപ്രാന്തം വെയിലത്തെ പോകാറുള്ളൂ. ശരിക്കും എൻ്റെ അമ്മയ്ക്ക് എൽസു എന്ന് വിളിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ആൾക്ക് അമ്മച്ചി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എനിക്കാണെങ്കിൽ അത് രണ്ടും വായിൽ വരത്തില്ല. ദേ, ഞാൻ പറയാറില്ല, നമ്മുടെ ചെറുവാരണത്തിൻ്റെ തെക്കേപ്പറമ്പ് ഇവിടെ ചീരകൃഷി തകൃതിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ രണ്ടാം ട്രിപ്പാണെന്ന് തോന്നുന്നു. മോഹനൻ ചേട്ടൻ്റെയും രത്നമ്മ ചേച്ചിയുടെയും ചീരകൃഷി നാട്ടിൽ ഫേമസാണ്. പലയിടത്തു നിന്നും ആൾക്കാർ വരാറുണ്ട് ചീര അന്വേഷിച്ച്. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ചീര കഴിക്കാൻ. അവിടെ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, ആരാന്നറിയില്ല, നമുക്കൊരു ലിഫ്റ്റ് ചോദിക്കാമെന്നോ. ഞാൻ തിരിച്ചു ചോദിച്ചു, ആരാന്ന് വല്ല ധാരണയുണ്ടോ? അതില്ല, ഏതായാലും പാലക്കാത്ര വന്നവരല്ലേ, ആരെങ്കിലും പരിചയക്കാരായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നു. നല്ല വെയിലായിരുന്നു. കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ വിചാരിക്കും രണ്ടിനും നല്ല നട്ടപ്രാന്താണെന്ന്. സംഭവം അതല്ല കേട്ടോ. ദുബായിലേക്ക് പോരാനുള്ളത് കൊണ്ട്, അതിന് വേണ്ട പെട്ടെന്നുള്ള ഒരുക്കങ്ങളായതുകൊണ്ടും സാധനങ്ങളും അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ് പോയത്. എൽസു ഈ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്നത് വേറൊന്നുമല്ല, ഫേസിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ. പല്ലെടുത്തിരിക്കും ആളിൻ്റെ, അത് കാണാതിരിക്കാനാ. വഴിയരികിൽ മാങ്ങയും ചാമ്പങ്ങയൊക്കെ പെറുക്കി പോയപ്പം പണ്ടത്തെ ഒരു കുട്ടിക്കാലവും എനിക്ക് ഓർമ്മ വന്നു. ഞങ്ങളുടെ വെല്ലുമച്ചി പള്ളിപ്പുറത്ത് കളത്തിൽ വീട്ടിൽ വെള്ളം എടുക്കാൻ പോകും. കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അപ്പം ചട്ടയും മുണ്ടോ കൊടുത്തിരുന്നത്. മുണ്ടിൻ്റെ മടുക്കുത്ത് നിറച്ച് വീർത്തിരിക്കുന്ന കാണാം. അപ്പോഴേ അറിയാം അതിൽ ചാമ്പങ്ങയോ പനീർ ചാമ്പങ്ങയോ പേരയ്ക്കയോ ലൂബിക്കയോ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന്. ഞങ്ങൾ വെക്കേഷൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മുന്നേ തന്നെ ചില്ല് ഹോർലിക്സ് കുപ്പിയിൽ നിറച്ച് ലൂബിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാകും. ഞാനാ കേട്ടോ പേരക്കിടാങ്ങളിൽ അധികവും വെക്കേഷന് നിന്നിട്ടുള്ള അവിടെ. അതൊക്കെ ഒരു കാലം. ദേ, ഒരു കുരിശുവര പെരുന്നാളായിരുന്നു. അതുകൊണ്ട് എൽസിൻ്റെ നെറ്റിയിൽ ആ കുരിശുവരയുടെ സിഗ്നലൊക്കെ കാണാം. അത് കഴിഞ്ഞ് സ്കിൻ ക്യാപിറ്റലിൽ പോയി കുറച്ച് മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതായത് ആക്നയുടെ. അത് കഴിഞ്ഞ് എൽസിനൊരു കുഞ്ഞ് വാച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ വാങ്ങിച്ചു കൊടുത്ത വാച്ച് ആളെവിടെയോ മറന്നു വെച്ചു. കുറേ നാളായി വാച്ചില്ലാണ്ട് നടക്കുന്നു. വളയും വാച്ചും ഇല്ലാണ്ട് ആ കൈക്കൊരു ഭംഗിയില്ല. അപ്പം ഈ വാച്ചാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ഒരു കുഞ്ഞ് സന്തോഷം, ഇതൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ ആരോ ടൗണിലുണ്ടായിരുന്നു. 50 രൂപയ്ക്ക് പെട്രോളും ഒരു ഐസ്ക്രീമും വാഗ്ദാനം ചെയ്തപ്പം ആൾ വീട്ടിൽ വന്നു. പെരയ്ക്ക് മേലെ കപ്പരങ്ങ വളർന്നാൽ അത് ശരിയല്ലെന്ന് ആശാരി പറയാറുള്ളത് വേറൊന്നും കൊണ്ടല്ല. ആശാരിക്ക് കപ്പരങ്ങ തോരൻ, സാമ്പാർ, കപ്പരങ്ങ മോരൊഴിച്ചത്, മെഴുക്ക് വരട്ടി എന്ന് കപ്പങ്ങ വിഭവങ്ങളൊക്കെയും വെച്ചു കൊടുക്കും. ഇതിപ്പോൾ ആശാരി പറഞ്ഞിട്ടല്ലോ കേട്ടോ. മേലെ കപ്പങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ കുത്തിയിടാൻ പാടാണെന്നുള്ള എൽസിൻ്റെ ആഗ്രഹപ്രകാരം വീട്ടിൽ ഒരു ചെറുക്കൻ കൊച്ചു വന്നാലേ അവനൊരു പണി കൊടുക്കാം എന്നുള്ള രീതിയിലും അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടും എൽസമാൻറ്റിയുടെ കപ്പരങ്ങ വരം നടുവേ അങ്ങ് വെട്ടിയിട്ടു. സത്യം പറഞ്ഞാൽ വീട് പൊളിക്കുമെന്നാണ് വിചാരിച്ചത്. ജസ്റ്റ് മിസ്.